കോഴിക്കോട്ടൊരു നൗഷാദ് എന്ന പേരായിട്ടൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആൾനൂഴിയിൽപ്പെട്ട 2 അതിഥി തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മരിച്ചുപോയി. ശരിയായ രക്തസാക്ഷിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം വന്ന ഉടനെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്താൽ, അതൊരു മുസ്ലിം കുടുംബത്തിന് അത് കിട്ടിപ്പോയല്ലോ എന്നുള്ള അസഹിഷ്ണുത കൊണ്ട് പറഞ്ഞാന്ന് വ്യക്തമല്ലേ. അത് പറഞ്ഞപ്പോൾ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, അദ്ദേഹം കേരള തൊഗാഡിയാണ്. അന്ന് ആരാ പിണറായി വിജയൻ? അദ്ദേഹം കേരളത്തിലെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ അസംബന്ധം മുഴുവൻ ഇദ്ദേഹം വിളിച്ചു പറയുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് ആര്? പിണറായി. അതേ ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജും ഉണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളും ഭൂരിഭാഗവും പിണറായി മറുപടിയുടെ കാര്യങ്ങളാണ്. കേരള തൊഗാഡിയ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന കാലത്ത് പിണറായിക്ക് ഒരു അധികാരമില്ല. അതേ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാന്നേ ഉള്ളൂ. അപ്പോൾ ഉത്തരവാദിത്തമുള്ള സമയത്ത് അദ്ദേഹം എന്താ ഉണ്ടാത്തത്? 2006 ഞങ്ങളുടെ ഇവിടെ തിരുവമ്പാടി MLA ആയിരുന്ന മത്തായി ചാക്കോ മരിച്ചപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ താമരശ്ശേരി രൂപതയത് താമരശ്ശേരി ബിഷപ്പ് അദ്ദേഹം അന്ത്യകുദാശ സ്വീകരിച്ചാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ വിശ്വാസിയായിരുന്നു. അപ്പോൾ അത് കേട്ട ഉടനെ അന്നത്തെ CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതെന്താ? അദ്ദേഹം പച്ചക്കള്ളം പറയാണ്. എന്നിട്ട് അദ്ദേഹത്തെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. ഒരാളെ അങ്ങനെ വിളിക്കാൻ പാടില്ല. നികൃഷ്ടജീവി ആരും വിളിക്കാൻ പാടില്ല. ബിഷപ്പിനെ വിളിച്ചു. അത് ഇന്നുവരെ പിൻവലിക്കുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേ പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോൾ, ആഗോള അയ്യപ്പ സംഗമത്തിന് അദ്ദേഹം കാറിൽ കയറ്റി കൊണ്ടുവന്ന തൻ്റെ പ്രിയ സുഹൃത്ത് വെള്ളാപ്പള്ളി നടേശൻ പറയാണ്, ഭക്തനാണ് പിണറായി. എന്നിട്ടും മിണ്ടിയില്ല. അപ്പം ആ മൗനത്തിന് എന്താ അർത്ഥം? അയ്യപ്പ ഭക്തനാണ് പിണറായി എന്ന് വേണമെങ്കിൽ അവിടെ വന്ന ആൾ വിചാരിച്ചോട്ടെ എന്ന് വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ചില്ലറ മാറ്റമല്ലല്ലോ. രാഷ്ട്രീയത്തിൻ്റെ വർഗീയവൽക്കരണം ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത് സമാധാനം പറയേണ്ടത് CPM ആണ്, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയനാണ്.